പണിക്കരുടെ ചരമദിനാണ് ജൂൺ 19. 1995 ജൂൺ 19 ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവായിട്ടുള്ള PN പണിക്കർ നിര്യാതനായത്. അതിനുശേഷം 96 മുതൽ കേരള ഗവൺമെൻറ്റും ലൈബ്രറി കൗൺസിലും വായനാ ദിനാചരണമായി ജൂൺ 19 കൊണ്ടാടുന്നു. അപ്പോൾ ഈ വായനാ ദിനത്തിൽ ഒരു വായനക്കാരൻ എന്നുള്ള നിലക്ക് ഉണ്ണിയേട്ടന് നൽകാനുള്ള അല്ലെങ്കിൽ ഒരനുഭവം, വായനയുടെ അനുഭവം എന്നുള്ള നിലക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഞാൻ വായനയിൽ പല കവിതകളും കഥകളും പിന്നെ വായിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞാൽ ഫിക്ഷനിലാണ് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഫിക്ഷൻ വായിക്കാറുണ്ട്. ഫിക്ഷൻ വായിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഞാൻ പിന്നെ അമ്പൂത്തേടത്ത് ഹൈസ്കൂളിൽ പഠിക്കുകയായിരുന്നു 8ാം ക്ലാസ്സിൽ. അവിടെ ഒരു മലയാളം മാഷ് പിന്നെ NVP ഉൾത്തിരി മാഷും അതുപോലെ തന്നെ CMP നമ്പീശൻ എന്ന മാഷും എൻ്റെ കയ്യക്ഷരം കണ്ടിട്ട് പിന്നെ വായനയിൽ കവിത മാത്രം പോരാ, നോവലുകൾ വായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നോവൽ വായിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഫിക്ഷൻ സാഹിത്യത്തിലേക്ക് ഫിക്ഷനിലേക്ക് വരുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് താല്പര്യപൂർവ്വം വായിച്ചത് മുട്ടത്ത് വർക്കിയുടെ നോവലാണ്. താല്പര്യം ഉണ്ടാക്കി മുട്ടത്ത് വർക്കിൻ്റെ നോവൽ വായിച്ചതോടെ വായനയിൽ താല്പര്യമുണ്ടായി. അത് മയിലാടും കുന്ന്, ഇണപ്രാവുകൾ എന്നല്ലേ പിന്നെ നോവൽ എല്ലാം വായിച്ചിട്ടില്ല. അവിടെ ലൈബ്രറിയിലെ കുറച്ച് പുസ്തകങ്ങൾ എനിക്ക് എടുത്തു തരുകയുണ്ടായത്. അത് എനിക്ക് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, എന്നെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് മാഷന്മാർ എടുത്തു തന്നെ ഇതാണ്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഏതോ ഒരു ഡിറ്റക്റ്റീവ് നോവൽ വായിക്കാൻ തുടങ്ങി. ഡിറ്റക്റ്റീവ് നോവൽ വായിച്ചപ്പോഴാണ് അതിൽ ഞാൻ പിന്നെ തുടർച്ചയായിട്ട് തന്നെ അത് വായിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അത് ഹരമായി മാറി. അപ്പോൾ ഡിറ്റക്റ്റീവ് നോവൽ വായിച്ചപ്പോൾ പിന്നെ അതിലടിയിൽ വന്ന പിന്നെ തകഴിയുടെ നോവലും SK പൊറ്റക്കാട് ദേശത്തിൻ്റെ കഥയും അങ്ങനെയുള്ള പിന്നെ നോവലിലേക്ക് വന്നു. അതെ. അപ്പോൾ അതിലേക്ക് തകഴിയുടെ നോവലും അതുപോലെ തന്നെ SKൻ്റെ നോവലും വായിച്ചപ്പോൾ നോവലിൽ കുറേയധികം മാനങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ നോവലിൽ തന്നെ എൻ്റെ വായന കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഈ പുസ്തകങ്ങൾ വേണമല്ലോ, പിന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞ് പിന്നെ ഈ പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് അതിന് ശേഷം അതോട് കൂടിയിട്ട് ഞാൻ ഗ്രന്ഥശാലകളിൽ മെമ്പർഷിപ്പ് എടുക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പരിയാരത്തുനിന്ന് നടന്നിട്ട് കണ്ണോം കൈരളി കലാവേദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ പിന്നെ ഗ്രന്ഥശാല ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നെരുവമ്പ്രം വായനശാല ഉണ്ടായിരുന്നു, ഗാന്ധി സ്മാരക വായനശാല ഉണ്ടായിരുന്നു. ഞാൻ അവിടെയെല്ലാം പോയിട്ട് പുസ്തകങ്ങൾ പരിഹാരത്ത് നടന്നു പോയിട്ട് പുസ്തകങ്ങൾ എടുക്കാൻ വേണ്ടി പോയി വായിച്ചു. അപ്പോൾ പിന്നെ ഈ നെരുവമ്പ്രം വായനശാലയിൽ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് അലക്സാണ്ടർ ഡ്യൂമയുടെ 3 മസ്കറ്റേഴ്സ്, അതുപോലെ തന്നെ മോണ്ടി ക്രിസ്റ്റോ, അതുപോലെ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ അങ്ങനെയുള്ള നോവലുകൾ വായിക്കാൻ തുടങ്ങി. ഇന്ന് നല്ല നോവൽ വായിക്കണം എന്നുള്ള രീതി വന്നപ്പോൾ പാവങ്ങൾ വായിച്ചതോടുകൂടിയിട്ടാണ് നാലാപ്പാട്ട നാരായണമേനോൻ തർജ്ജിമ ചെയ്ത വിക്ടർ ഹ്യൂഗോൻ്റെ പാവങ്ങൾ വായിച്ചതോടുകൂടിയാണ് നോവലിലെ ആ അഗാധത, അതിൻ്റെ പിന്നെ പാവങ്ങൾ നോവൽ സാഹിത്യത്തിൻ്റെ ഒരു വലിയ അതെ പാവങ്ങൾ വന്നതോടുകൂടിയിട്ടാണ് മലയാള സാഹിത്യത്തിൽ തന്നെ നോവലിൻ്റെ വിവർത്തനം വന്നതിന് ശേഷം പിന്നെ നോവലിന് ഒരു പ്രാധാന്യം കൈവന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ് നോവലിലേക്ക് ഞാൻ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത്. മാത്രമാണോ വായനയുടെ ഒരു ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ കേവലം നോവൽ സാഹിത്യത്തിലേക്ക് മാത്രമാണോ, അതല്ല കഥ, കവിത, ചെറുതഴ, അങ്ങനെ ഒരു മലയാള സാഹിത്യത്തിന് വിപുലമായിട്ടുള്ളൊരു ഒരു ധാരയുണ്ട്. അപ്പോൾ അതിൽ എല്ലാ ധാരയിലേക്കും വായന കടന്നെത്താറുണ്ടോ? ഞാൻ കവിത വായിക്കൽ വളരെ കുറവായി. കുമാരനാശാൻ്റെയും വള്ളത്തോളിൻ്റെയും ഉള്ളൂരിൻ്റെയും കവിതകൾ വായിച്ചിരുന്നു. ചങ്ങമ്പുഴൻ്റെ കവിത വായിച്ചിരുന്നു. അതെ, കവിതകൾ അത് മാഷന്മാർ പഠിപ്പിച്ചതുകൊണ്ട് പിന്നെ ചിന്താവിഷ്ടയായ സീത
അതിൽ സുധർമ്മ ഒരുപാട് പ്രത്യേകതയുണ്ട്. കഥാപ്രസംഗ കലയുടെ 100ാം വാർഷികം 2024 അതെ. ആശാന്റെ 100ാം ചരമവാർഷികമാണ്. കരുണയുടെ 100ാം വാർഷികമാണ്. ഈ വായനാ ദിനത്തിന്റെ പ്രത്യേകതകളിൽ പെടുന്നതാണ്. അപ്പൊ ആശാനൊക്കെ എങ്ങനെയാണ്? ആശാൻ എന്ന് പറഞ്ഞാൽ ചിന്താവിഷ്ടയ സീത വായിച്ചുകൊണ്ട് ആശാന്റെ ആ പ്രാഗൽഭ്യം മനസ്സിലാകുന്നത്. അത് വായിച്ചതല്ല, ശരിക്കും ക്ലാസ്സിൽ പഠിപ്പിച്ചു. സീത ഈ പുതിയ കാലഘട്ടത്തിൽ എഴുതാൻ വേണ്ടി പറ്റൂല. കാരണം അന്നിപ്പം ആശാൻ സൃഷ്ടിച്ചത് ഒരു ഗംഭീര സീത തന്നെയാണ്, നട്ടലുള്ളത് സീത തന്നെയാണ്. അതിലിപ്പം സീത തന്നെ ചോദിക്കുന്നുണ്ട്, ഇപ്പം നെടുനാൾ വിപിനത്തിൽ വാഴുവാനിടയായത് എൻ്റെ കുറ്റമോ, പടു രാക്ഷസ ചക്രവർത്തിയൻ ഉടൽ മോഹിച്ചത്, ഞാൻ പിഴച്ചതോ തുടങ്ങിയ ഗംഭീര ചോദ്യങ്ങൾ രാമനോട് ചോദിക്കുന്നുണ്ട്. ഇപ്പം അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി പറ്റാത്തൊരു കാലമാണ് അത്. അന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ കുമാരനാശന് നല്ല സ്വാതന്ത്ര്യം കിട്ടിയ ഒരു കാലമായിരുന്നു. മറ്റെല്ലാവരെക്കാണെയും ഏറ്റവും അധികം അന്നത്തെ പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം നന്നായിട്ട് അനുഭവിച്ച ആളായിരുന്നു. അത് മാത്രമല്ല, കുമാരനാശാന്റെ അഗാധമായ പാണ്ഡിത്യം, കൽക്കത്തയിലും പോയി ബാംഗ്ലൂരിലൊക്കെ പോയി പഠിച്ച് വന്ന കുമാരനാശാൻ കേരളത്തിലെ എല്ലാ കാര്യങ്ങളിലും പഠിച്ചത്. അപ്പൊ അത് അഗാധമായ പാണ്ഡിത്യം കുമാരനാശന്റെ എല്ലാ കവിതകളും തുടിക്കുന്നതൊക്കെയാണ്. ആശാന്റെ ഒരു കവിത വായന അജണ്ടയിൽ ഉണ്ടായിരുന്നു. പിന്നെ അത് പെട്ടെന്ന് പോയി. പിന്നെ ഞാൻ വൈലോപ്പള്ളിയിലൊന്നും അങ്ങനെ വായിച്ചു വന്നാൽ കാഷ്വലായിട്ട് വായിച്ചു, സച്ചിദാനന്ദൻ കാഷ്വലായിട്ട് വായിച്ചു വന്നതുകൊണ്ട് എനിക്ക് അതിലൊന്നും നല്ല താല്പര്യം ഉണ്ടായിരുന്നു. ഒന്നാമത് നോവൽ വായിച്ചാൽ മാത്രമേ മനുഷ്യനെ നവീകരിക്കാൻ സാധിക്കൂ. മനുഷ്യൻ്റെ ഉണ്ടായിട്ടുള്ള ഗുണങ്ങൾ അത് കുറച്ചുകൂടി നന്നായി കൊണ്ടുപോകാനും അവരെ നവീകരിച്ച് മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനാക്കി മാറ്റാൻ കഴിയുമെന്നും ഞാൻ നോവൽ വായിച്ചോളൂ.